ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേതാക്കൾ ഉണ്ടായിരുന്നു കേരളത്തിൽ, വലിയ ജനസമ്മതിയുള്ള നേതാക്കൾ. കെ കരുണാകരൻ അന്തരിച്ചു, ഉമ്മൻചാണ്ടി അന്തരിച്ചു, എ കെ ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വിശ്രമ ജീവിതം നയിക്കുന്നു. അപ്പോൾ ഇനി പുതുതലമുറയിൽപ്പെട്ട നേതാക്കളാണ് കോൺഗ്രസിനെ നയിക്കേണ്ടത്. അവരുടെ നിലയിൽ നയിക്കുന്നുമുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പുതു നേതൃനിര ഉണ്ടായി വരിക എന്ന് പറയുന്നത് പ്രധാനമാണല്ലോ. 2021 ഇലക്ഷൻ കഴിഞ്ഞൊരു ജനറേഷൻ ചേഞ്ച് ഉണ്ടായി. കേരളത്തിലെ കോൺഗ്രസിന് ഒരു പുതു നേതൃത്വം എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 3 കൊല്ലം കഴിയുമ്പോൾ ആ കാര്യത്തിൽ അല്ലെങ്കിൽ അവിടെയും ഉലച്ചിലുകളാണ്. ഇനിയും നേതൃമാറ്റം വേണം എന്നൊക്കെയുള്ള ഒരു നില, അതായത് 2026 മുമ്പ്, അടുത്ത ക്രൂഷ്യൽ ടെസ്റ്റിന് മുമ്പ് KPCC പ്രസിഡന്റ് മാറണമെന്നൊക്കെയുള്ള ഒരു ആലോചന വരുന്നത് ആ പാർട്ടിക്ക് അത്ര ശുഭകരമാണോ, ഗുണകരമാണോ? തീർച്ചയായിട്ടും നേതാക്കൾ മാറിയേ പറ്റൂ. ഈ കാലഘട്ടം കോൺഗ്രസിന് ഒരു പുതിയ നേതൃത്വത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് അഭിലാഷ്, യാതൊരു സംശയമില്ല. ഈ നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡിന്റെ സഹായത്തോടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എടുത്ത പ്രധാന തീരുമാനം എന്തായിരുന്നു? നിലവിലുള്ള സ്ഥാനാർത്ഥികൾ, സിറ്റിംഗ് കാൻഡിഡേറ്റ്സ് മത്സരിക്കട്ടെ. 10-15 വർഷം ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചവർ വീണ്ടും മത്സരിച്ചോട്ടെ എന്നാണ് പറയുന്നത്. ഒരു ദാക്ഷിണ്യവുമില്ലാതെ കേരളത്തിലെ പുതുതലമുറ കോൺഗ്രസുകാരോട്, യുവാക്കളോട് ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ, ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ, സുധാകരൻ പറഞ്ഞതാണ്, കെ മുരളീധരൻ പറഞ്ഞതാണ്, TN പ്രതാപനും പറഞ്ഞതാണ്, ഞങ്ങൾ മത്സരിക്കാനില്ല. എന്നിട്ടും അവരോട് പറഞ്ഞു, ഇവരെ പിടിച്ച് മത്സരിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു നേതൃത്വം കാണിക്കാമോ അഭിലാഷ്? ഒരു പാർട്ടി നേതൃത്വം, ഒരു ദേശീയ പാർട്ടി, കോൺഗ്രസ് പോലെ പാരമ്പര്യവും ചരിത്രവും പൈതൃകവുമുള്ള ഒരു പാർട്ടി ഇങ്ങനെ കാണിക്കാമോ? അതൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസിനെ നാശത്തിലേക്ക് നയിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ്. യുവതലമുറയ്ക്ക് കടന്നു വരാനൊരിടമില്ല. ഈ പാർട്ടിയാണ് ഒരു കാലത്ത് KSUവും യൂത്ത് കോൺഗ്രസും വളർത്തിയെടുത്ത MA ജോൺ. ആ കോൺഗ്രസിനെ, യൂത്ത് കോൺഗ്രസുകാരെയും KSUക്കാരെയും പഠിപ്പിച്ചത്, നിങ്ങൾ മുതിർന്നവരെ താഴെ ഇട്ടിട്ട് നിങ്ങൾ ചെറുപ്പക്കാർ കയറി താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കണമെന്ന്. ആ MA ജോൺ എവിടെ? അന്ന് താക്കോൽ സ്ഥാനത്തിരുന്ന വയലാർ രവി എവിടെ? ഉമ്മൻചാണ്ടി എവിടെ? യുവാക്കൾ ചോദിക്കാൻ പോലും ഇന്നത്തെ യുവാക്കൾക്ക് ധൈര്യമില്ല. അവർ നാളെ ടെലിവിഷൻ മന്ത്രി ചീത്ത വിളിക്കും, വർത്താനൊക്കെ പറയും. പക്ഷേ ഇത് നേതൃത്വത്തോട് പറയാനുള്ള ധൈര്യമില്ല. 71 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 32-കാരനായ വയലാർ രവി, 61-കാരനായ ആർ ശങ്കർ എന്തായിരുന്നു നമുക്കറിയാമല്ലോ. എന്തു തലയെടുപ്പുള്ള നേതാവ്, ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി പുതിയ കേരളത്തിലെ, ഐക്യ കേരളത്തിലെ ആ മുഖ്യമന്ത്രിയോട് ഇറങ്ങി പോകാൻ പറയുകയാണ്. അന്ന് ഉമ്മൻചാണ്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. എന്നിട്ട് 62-കാരനായ ആർ ശങ്കർ പ്രായമേറിപ്പോയി എന്ന് പറഞ്ഞിട്ട് പുറത്ത് ചാടിച്ചിട്ട് വയലാർ രവി കയറി താക്കോൽ സ്ഥാനത്തിരുന്നു. ചിറയൻകീഴിൽ MP ആയി. എന്നിട്ട് 82-ാമത്തെ 84-ാമത്തെ വയസ്സ് വരെ ഈ സ്ഥാനങ്ങളിലൊക്കെ, സ്ഥാനമാനങ്ങളൊക്കെ ഇരുന്നു. ഇതാണ് ഇന്നത്തെ വ്യത്യാസം. ഇവരോട് പറയാൻ ഇത് ആരും ഒരക്ഷരം വേണ്ടിയില്ല ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും. അതാണ് എന്റെ സങ്കടം. അതുകൊണ്ട് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, കോൺഗ്രസ് പരാജയപ്പെട്ടാൽ, അഭിലാഷെ, നമുക്കൊക്കെ അറിയാമല്ലോ കേരളത്തിലെ രാഷ്ട്രീയം. കേരളത്തിൽ കോൺഗ്രസ് വളരെ ശക്തമാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസും ഷാബു പ്രസാദിന്റെ പാർട്ടിക്ക് ഇവിടെ തലവെക്കാൻ പറ്റാത്തത്. അല്ല, ഇനിയിപ്പോ കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി എന്നങ്ങ് വിചാരിക്കുക, വെറുതെ അങ്ങ് വിചാരിച്ചാൽ മതി. വിചാരിക്കുക, പകരം ആര് വരും ഒരു പുതിയ KPCC പ്രസിഡന്റായിട്ട്? അതിൽ ഷാഫി പറമ്പിലോ വിഷ്ണുനാഥോ ഒന്നും ആയിരിക്കില്ലല്ലോ. അവിടെ കൊടിക്കുന്നിൽ സുരേഷിന് ക്ലെയിം ഉണ്ട്, അടൂർ പ്രകാശിന് ക്ലെയിം ഉണ്ട്, പലർക്കും ക്ലെയിം ഉണ്ട്, MM ഹസനും ക്ലെയിം വെച്ചേക്കാം. അപ്പോ കെ സുധാകരൻ മാറി ഈ ഒരു നേതൃനിരയിലുള്ള കൊടിക്കുന്നിൽ സുരേഷോ, അതല്ലെങ്കിൽ അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് എത്ര കാലമായിട്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അപ്പൊ അതുപോലത്തെ ഒരു നേതാവ് ഒന്ന് KPCCയുടെ തലപ്പത്തിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് വ്യത്യാസം? അരനൂറ്റാണ്ടായി. അതെ, 45 വർഷമായി. അല്ല, ഞാൻ പറയാം, അങ്ങനെ വിചാരിച്ചിട്ട് പാർട്ടി നേതൃത്വം മാറണ്ട എന്ന് ആരും പറയരുത്, ആരും കരുതരുത്. കാലത്തിനനുസരിച്ച് നേതാവ് വരും. അതാണ് ഏത് പാർട്ടിയിലും പുതിയ നേതാക്കൾ കടന്നു വന്നെങ്കിൽ മാത്രമേ കേരളത്തിൽ കോൺഗ്രസിന് എന്തൊക്കെയാണെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്യും. കാരണം ജനങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ഉണ്ട്.
അത് താൽക്കാലികമായ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് CPM ജയിക്കും, കോൺഗ്രസ് ജയിക്കും. കഴിഞ്ഞ തവണ CPM ഭരണ തുടർച്ച നേടി, അത് കോൺഗ്രസിന്റെ വലിയ തിരിച്ചടിയായി. പക്ഷേ ആ തിരിച്ചടി നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളും കൊണ്ട് ഇത് പ്രശ്നം. നേരത്തെ ആരോ പറഞ്ഞോ മോഹം, ഷാബു പ്രസാദാ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മോഹം കൊണ്ടാണെന്ന്. ആരുടെ? കെ സുധാകരന്റെ മോഹം. ആരുടെയും വ്യക്തിപരമായ മോഹം കൊണ്ട് ഒരു സ്ഥാനം കൊടുക്കുമോ കോൺഗ്രസ്? അങ്ങനെയൊന്നും ആരുടെ മോഹമല്ല പ്രശ്നം. ഇത് പാർട്ടിയുടെ പ്രശ്നമാണ്, പാർട്ടിയുടെ വളർച്ചയാണ് വിഷയം, സംഘടനയുടെ കരുത്താണ് വിഷയം. അതിന് പറ്റിയ ആളെ KPCC പ്രസിഡന്റ് ആക്കണം. അതിന് പറ്റിയത് തെരഞ്ഞെടുപ്പാണ്, പാർട്ടി തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല യോജിച്ച ഒരാളെ നിയമിക്കുക തന്നെ വേണം. ശരി.